നോക്കി നമ്മളൊരു റൂം ഒട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ചാനൽ മട്ടൻ കോല് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. എത്ര സ്പേസാണ് അങ്ങോട്ട് നോക്കടാ. അത് ജീവ നോക്കി എത്ര ഇഞ്ച് കനാണെന്ന് പറയാം. ഗ്യാപ്പ് മിനിറ്റ് ടേപ്പിൽ കാണിച്ചു തരാം കേട്ടോ. എത്ര കനാണെന്ന് നോക്കുക. ഫിനിഷിങ് വരുമ്പോൾ 9 സെൻറ്റിയാണ് ഹൈറ്റ് വരുന്നത്. നമ്മൾ ടൈൽ ഒട്ടി വരുമ്പോൾ 9 സെൻറ്റി പറഞ്ഞാൽ 3.25 ഇഞ്ചായി. ഇങ്ങനെയൊക്കെ കോൺക്രീറ്റ് ചെയ്താ എങ്ങനെ ടൈൽസ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ബെഡ്റൂം ടൈൽ ഒട്ടിക്കണ പരിപാടിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആൾറെഡി ഒരു റൂം ഒട്ടിയിട്ടുണ്ട്. ഈ റൂം 4 ഇഞ്ച് 3.5 ഇഞ്ച് പൊക്കത്തിലാണ് ഈ റൂം കിടക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, കോൺക്രീറ്റ് നമ്മൾ ടൈല് പണി തുടങ്ങുന്നതിന് മുന്നേ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വാട്ടർ ലെവലെടുത്ത് ചെയ്തില്ല പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ പ്രശ്നമായിരിക്കും. പ്രശ്നം പറഞ്ഞാൽ ഫുള്ള് നല്ല പരിക്കങ്കാനൊക്കെ കൂടി ടൈൽസൊക്കെ കുറേ ആകുമ്പോൾ പൊള്ളിയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുമ്പത്തെ ഈ കട്ട്ള നമുക്ക് ഈ കാണുന്ന ഈ സ്പേസ് കുറയും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ റൂം ഇട്ടതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആൾറെഡി ഈ റൂം ഒട്ടിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് അവിടേക്ക് ഇതുണ്ട്. ഇത്രയും ഗ്യാപ്പാണ്. 4 ഇഞ്ച് പരിക്കങ്കാനമാണ് ഇപ്പോൾ നമുക്കിത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഫുള്ള് പരിക്കലിൽ തന്നെ ഇത് ഒട്ടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ ലെവൽ ഇവിടേക്ക് എടുത്തിട്ട് നമ്മൾ കോൺക്രീറ്റ് ഇടും. കോൺക്രീറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ പുതിയ പരിക്കനിട്ടിട്ട് വേണം നമ്മൾ ടൈൽ ഒട്ടാൻ. അല്ലാത്ത വശം നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ പരിക്കനെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 6 മാസം കഴിഞ്ഞാൽ ടൈലെല്ലാം പൊള്ളി. പരിക്കൻ്റെ കനം ഒരുപാട് കൂടാൻ പാടില്ല, മാക്സിമം 1.5 ഇഞ്ച്. അതിൻ്റെ മുകളിൽ പരിക്കൻ കനം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിനുള്ള സെറ്റപ്പ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ ലെവലാക്കിയിട്ട് ടൈൽ ഒട്ടിക്കണതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഉപകാരമായ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഒട്ടിയ റൂമിൻ്റെ ഫിനിഷിങ് ലെവലാണ് നമ്മളിപ്പോൾ ടേപ്പിൽ അളവെടുക്കുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ആ റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കോൺക്രീറ്റ് ഇടണം, ഏത് ലെവലിൽ കോൺക്രീറ്റ് ഇടണം എന്നുള്ള എല്ലാ ലെവലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഫിനിഷിങ് ലെവൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ടൈൽസിൻ്റെ പീസ് തന്നെ വെച്ചിട്ട് ഒരു ഫിനിഷിങ് ലെവലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ചിലപ്പോൾ ഈ ഫൗണ്ടേഷൻ തറമട്ടം ചെയ്യുമ്പോൾ തന്നെ വാട്ടർ ലെവൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത് പോയാലും കുഴപ്പമില്ല. നമ്മൾ ഫ്ലോറിങ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളൊരു പുതിയ വാട്ടർ ലെവൽ എടുത്തിട്ട് വേണം നമ്മൾ കോൺക്രീറ്റൊക്കെ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ പണിക്കാർ ടൈൽസിൻ്റെ പണിക്ക് വരുമ്പോൾ അവരും ഇതുപോലെ ഒരു വാട്ടർ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യണത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇതെന്താ വെച്ചാൽ ഒരുപാട് മെറ്റീരിയൽ ചിലവാണ്. അതൊന്ന് പിന്നൊന്ന് നമ്മൾ സാധാരണ മാക്സിമം ഒരു 1.5 ഇഞ്ച് വരെയൊക്കെയാണ് നമുക്ക് ശരിക്കും പരിക്കൻ്റെ കനം വരാൻ പാടുള്ളൂ. ടൈൽസിനൊക്കെ ഗ്രാനൈറ്റിനൊക്കെ ആണെങ്കിൽ പിന്നെയും ഒരു 2 ഇഞ്ച് മാക്സിമം ഒരു 2.25 ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടൈൽസ് അങ്ങനെയല്ല. ടൈൽസിന് നമ്മൾ മാക്സിമം 1.5 ഇഞ്ച് അതിൻ്റെ മുകളിൽ പരിക്കൻ കനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം വിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നീടാകുമ്പോൾ അത് പൊള്ളി വരാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എല്ലാ ലെവല് മട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്.
അപ്പോൾ മട്ടൊക്കെ കെട്ടിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം കോൺക്രീറ്റൊക്കെ ഞങ്ങൾ പകുതിക്ക് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ട് കീറി നല്ല മിതിച്ച് ചവിട്ടിയിട്ടൊക്കെ കൊടുത്ത് കരണ്ടിയും കൊണ്ടൊക്കെ തല്ലി സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫുള്ള് പരിക്കം ക്ലിയർ ചെയ്യാൻ. എന്നിട്ട് വേണം നമ്മൾ ടൈൽസ് ഒട്ടാൻ. അപ്പോൾ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ട് അതൊന്നും നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ ഇതേപോലെ ഗമ്മ് നിർബന്ധമായിട്ടും ടൈൽസിൻ്റെ ബാക്കിൽ ഇതേപോലെ ബട്ടർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ബട്ടർ ചെയ്ത് കൊടുത്താൽ നല്ല ഒന്നും കൂടി നല്ല സ്ട്രോങ് ഉള്ള പരിപാടിയായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണെന്ന്. അപ്പോൾ നമ്മൾ 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ പരിപാടിയാണ് ചെയ്യണത്. എവിടെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ അതേപോലെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് പ്യുർ വൈറ്റ് ടൈലാണ് കേട്ടോ. ഇത് പ്യുർ വൈറ്റ് ടൈലാണ്. അതുപോലെ തന്നെ നമ്മളിത് ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എപ്പോക്സി ചെയ്യണ രീതിക്കാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ സ്പേസർ ഇട്ടിട്ടാണ് നമ്മളിത് 3mm സ്പേസർ ഇട്ടിട്ടാണ് നമ്മളിത് വിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്യണ ഒരു വർക്കാണ് കേട്ടോ. കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്തെടുക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ഈ വീട്ടിൻ്റെ, അതുപോലെ ചിലവ് ചുരുക്കിയിട്ടുള്ള പരിപാടി ചെയ്യണതുകൊണ്ട് എന്തൊക്കെയാണ് ലാഭം നഷ്ടം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആക്കിയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് വീണ്ടും ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇടയ്ക്ക് ലൈവൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് വാച്ച് അവറിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് 3-4 കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മറക്കാതെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നാല് ഡേയിൽ ഇട്ടുകൊണ്ട് കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്യും. വേറെ കട്ടാ അല്ലേ? വള 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 ഇല്ല വള വള